അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, സർവ്വലോകത്തിനും കാരുണ്യമായി അള്ളാഹു നിയോഗിച്ച നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തെക്കുറിച്ചും ജനനത്തോട് ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ സംഭവങ്ങളിലൊന്നായിരുന്നു. മക്കയിലെ ഖുറൈശി ഗോത്രത്തിലെ ബനൂ ഹാഷിം കുടുംബത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ പേര് അബ്ദുള്ള എന്നും മാതാവിൻ്റെ പേര് ആമിന ബിൻത്ത് വഹബ് എന്നുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവായ അബ്ദുള്ള മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിതാവിനെ കാണാതെയാണ് ഈ ലോകത്തേക്ക് വന്നത്. നാളെയാണ് റബീഉൽ അവ്വൽ 12. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമിയിലേക്ക് പിറന്നു വീണ ദിവസം, ഒരുപാട് മഹാ അത്ഭുതങ്ങൾ സംഭവിച്ച ദിവസം. ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത് റബീഉൽ അവ്വൽ 12 രാവിലാണ്. ഈ സമയം മുതൽ എല്ലാവരും സ്വലാത്തുൽ ഫാത്തിഹ ഓതുക. കഴിയുന്നത്ര മറ്റുള്ള സ്വലാത്തുകളും ചൊല്ലുക. നമ്മുടെ ഭാഗത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സ്വലാത്തും സലാമും മൗലൂദും ദുആവും ദിക്റുമെല്ലാം ചൊല്ലുന്നത്. അതുകൊണ്ട് എല്ലാവരും സ്വലാത്തുൽ ഫാത്തിഹ പതിവാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനകാലം ആമുൽ ഫീൽ, ആനയുടെ വർഷം എന്നറിയപ്പെട്ട കാലഘട്ടമായിരുന്നു. അന്ന് മക്കയിലെ കഅബയെ നശിപ്പിക്കാൻ ആനകളുമായി വന്ന അബ്രഹയുടെ സംഭവമാണ് ആനയുടെ വർഷവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവം. അള്ളാഹു തൻ്റെ ഭവനമായ കഅബയെ സംരക്ഷിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് ഖുർആനിൽ സൂറത്തുൽ ഫീൽ എന്ന അധ്യായത്തിൽ അള്ളാഹു വിവരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിനു ശേഷം അറബ് സമൂഹത്തിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനീതികൾക്കും അവസാനം കുറിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിന് തുടക്കമായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് തന്നെ പിതാവിനെ നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് മാതാവായ ആമിന ബീവിയെയും നഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനായ അബ്ദുൽ മുത്തലിബിൻ്റെ കീഴിലായിരുന്നു. മുത്തശ്ശൻ്റെ മരണത്തിനു ശേഷം പിതൃ സഹോദരനായ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാലവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ഹലീമ ഹസ്മിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറബ് സമൂഹത്തിലെ പതിവനുസരിച്ച് മക്കയിലെ കുഞ്ഞുങ്ങളെ ഗ്രാമപ്രദേശങ്ങളിലെ മുലയൂട്ടുന്ന സ്ത്രീകളുടെ സംരക്ഷണത്തിലേക്ക് നൽകുന്ന പതിവുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഹലീമ സയ്യിദയുടെ പരിചരണത്തിൽ ബാല്യത്തിൻ്റെ ഒരു കാലഘട്ടം ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവവും സത്യസന്ധതയും എല്ലാവരെയും ആകർഷിച്ചു. അദ്ദേഹത്തെ മക്കക്കാർ അൽ അമീൻ, വിശ്വസ്തൻ എന്നും അസ്സാദിഖ്, സത്യസന്ധൻ എന്നും വിളിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും കള്ളം പറയുന്ന വ്യക്തിയായിരുന്നില്ല. വിശ്വാസവഞ്ചന നടത്തിയിരുന്നില്ല. ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ആളായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സായപ്പോൾ ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ആദ്യത്തെ വഹി ലഭിച്ചു. ഇഖ്റ, വായിക്കുക എന്ന വാക്കുകളിലൂടെയാണ് ആദ്യ വഹി ആരംഭിച്ചത്.
അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ അവസാനത്തെ പ്രവാചകനായി മനുഷ്യരാശിയെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം വളരെ വ്യക്തമായിരുന്നു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനു വേണ്ടി പങ്കാളികളിൽ നിന്ന് വിശ്വസിക്കുക, നന്മ ചെയ്യുക എന്നൊക്കെയായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെ ഓർക്കുമ്പോൾ അത് വെറും ഒരു ചരിത്ര സംഭവമായി മാത്രം കാണാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നടപ്പാക്കാമെന്നും നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുന്നത്ത് പിന്തുടരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളമായി സ്വലാത്തും സലാമും അർപ്പിക്കുക. അതിനാൽ നമുക്ക് നമ്മുടെ നാവിനെ സ്വലാത്ത് കൊണ്ട് സജീവമാക്കാം. നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഓർക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കാനും അദ്ദേഹത്തിൻ്റെ സ്വഭാവം പിന്തുടരാനും അദ്ദേഹത്തിൻ്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പാഠമാക്കാനും നമുക്ക് ശ്രമിക്കാം. അള്ളാഹു നമ്മെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരിലും അദ്ദേഹത്തിൻ്റെ സുന്നത്ത് പിന്തുടരുന്നവരിലും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ധാരാളമായി ചൊല്ലാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. ആമീൻ. നമ്മുടെ ദുആകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മേൽ പറഞ്ഞ പോലെ സ്വലാത്തുൽ ഫാത്തിഹ് റബീഉൽ അവ്വലിൻ്റെ രാവ് മുതൽ ചൊല്ലിത്തുടങ്ങുക. സ്വലാത്തുൽ ഫാത്തിഹ അറിയാത്തവരായിട്ട് ആരുമില്ല. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. ഇതാണ് സ്വലാത്തുൽ ഫാത്തിഹ്. അറിയാത്തവർ എഴുതിയെടുത്തോ സ്ക്രീൻഷോട്ട് അടിച്ചു വെച്ചൊക്കെ മൊബൈൽ നോക്കി ചൊല്ലാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജന്മദിനത്തിൽ നമ്മൾക്ക് കഴിയുന്നത്ര ധാരാളമായി സ്വലാത്തും ദിക്റുകളും ദുആകളും ഒരുപാട് ചൊല്ലുക. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ ഒരു അവസരത്തിൽ നാളത്തെ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സഫലമാക്കി തരട്ടെ. ആമീൻ. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ഇസ്ലാമിക വീഡിയോകൾക്കായി നൂറുദ്ദുആ എന്നീ ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല